ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഇത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാകും, ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ എക്സാം ഒക്കെ വരുവാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് സർക്കിൾസ് എന്ന് പറഞ്ഞ സെക്ഷൻ. അപ്പൊ ഈ സർക്കിൾസ് എന്നാണ് കുറെ ആൾക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? നമുക്ക് സർക്കിൾ വരയ്ക്കാനുണ്ടായിരുന്നില്ല ഈ ചാപ്റ്ററിൽ. നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമല്ലോ, എന്തായാലും മക്കൾ വരച്ചിട്ടുണ്ടാകും. സർക്കിള് എങ്ങനെയാ വരയ്ക്കുക? നമ്മള് കോമ്പസ് യൂസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കും. അപ്പൊ കോമ്പസ് നമ്മൾ വെക്കാനും അതേപോലെ സർക്കിൾ വരയ്ക്കാനും ഒക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ ഈ കോമ്പസ് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റും അതേപോലെ നമുക്ക് ഉണ്ടാവുന്ന സർക്കിളിനും കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള പ്രത്യേകതകളാണ് അതൊക്കെ. ആരെങ്കിലും അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ അത് ക്ലിയർ ആക്കി എടുക്കണം. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിലെ. അപ്പൊ എന്താണ് സർക്കിളിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്? എന്താ പോയിന്റ്? ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർക്കിളിന്റെ നേരെ നടുവിലല്ലേ, നമ്മൾ കോമ്പസ് കുത്തുന്ന ആ ഒരു നടുവിലുള്ള ആ ഒരു പോയിന്റിന് ഒരു കുഞ്ഞു പേരുണ്ട്. എന്തായിരുന്നു നമ്മൾ പഠിച്ച പേര്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതാണ് സർക്കിളിന്റെ സെന്റർ, അല്ലെങ്കിൽ എന്ത് പറയാ, കേന്ദ്രം എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ സർക്കിളിന്റെ സെന്ററിലാണ് നമ്മൾ എന്താകുന്നത്. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുവിലാണ് അല്ലെ. അപ്പൊ ഇതാ ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിൽ നമ്മൾ ഇവിടെയല്ലേ കോമ്പസ് വെക്കുക അല്ലെ. ആ കോമ്പസ് കുത്തി നിൽക്കുന്ന ആ ഒരു സെന്റർ അല്ലെ, ആ ഒരു നടുവിലുള്ള പോയിന്റ് ആണ് സർക്കിളിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയാം. അപ്പൊ അതൊരു പോയിന്റ് ആണ്, എന്റെ മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. അതുപോലെ രണ്ടാമതൊരു പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പോയിന്റ്? ഇത് സർക്കിളിന്റെ കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിന്റെ ഇത് ഈ ഒരു അറ്റത്തേക്ക് എന്നല്ല കേട്ടോ, മിസ് ഇങ്ങനെ ഒരു നീട്ടി കറക്റ്റ് കൃത്യമായിട്ടുള്ള ലൈൻ ആയിരിക്കണം കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കണം. ഇതേ ഒരു സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഓരോ അറ്റത്തേക്കും മിസ് ഇങ്ങനെ നീട്ടി ഒരു വര വരയ്ക്കുവാണെന്ന് വിചാരിക്കും. ഈ വരകൾക്കൊക്കെ നീളം, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമോ? സെയിം അല്ലേ? ഇല്ലേ, ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ അറ്റത്തേക്കൊക്കെ വരയ്ക്കുന്ന ലൈൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും, സെയിം നീളമായിരിക്കും ഇല്ലേ, തുല്യ അകലത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലൈനിന് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ സർക്കിളിന്റെ അറ്റത്തേക്ക് വരയ്ക്കുന്ന വരയ്ക്ക് നമുക്കൊരു പേരുണ്ട്. എന്തായിരുന്നു പേര്? അതിനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പഠിച്ചത്. അപ്പൊ ഇതേ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ അറ്റത്തേക്ക് വരുന്ന വരയുടെ പേരാണ് ആരം അല്ലെങ്കിൽ റേഡിയസ്. ഇത് എല്ലാ പോയിന്റിലേക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ആരം അല്ലെങ്കിൽ റേഡിയസ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ആർ എന്നൊക്കെ പറയും കേട്ടോ. റേഡിയസ് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ മിസ്. ഇത് നമ്മളെ സർക്കിളിന്റെ പഠിച്ച മൂന്നാമത്തെ പോയിന്റ് ആണത്. എന്തായിരുന്നു? ഒന്നുമില്ല, ഈ സർക്കിളിന്റെ സെന്ററിലൂടെ തന്നെ ഞാനിതാ ഇങ്ങനെ തന്നെ നീട്ടി ഇങ്ങനെ വരയ്ക്കുവാണ് കേട്ടോ. ഇത് നീട്ടി അങ്ങ് വരച്ചു പോവാണെന്ന് വിചാരിക്കുക. ഈ ഒരു ആരത്തിന്റെ കൂടെ തന്നെ സർക്കിളിന്റെ സെന്ററിലൂടെ ഇത് അറ്റത്തേക്ക് നീട്ടി വരച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ ഇതാ ഈ വരയ്ക്കൊരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പൊ നോക്കിക്കേ, ഇത് സർക്കിളിന്റെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് സർക്കിളിന്റെ സെന്ററിലൂടെ പോകുന്ന വരയ്ക്ക് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്. അത് നോക്കുക, എവിടെ ഏത് ഭാഗത്ത് നിന്നായാലും കേട്ടോ. ഇതേ മിസ് ഇതാ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിലും നേരെ സെന്ററിലൂടെ തന്നെ പോവണേ. അതേപോലെ ഇതാ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിലും ഏത് രീതിയിൽ വരയ്ക്കുവാണെങ്കിലും സർക്കിളിന്റെ സെന്ററിലൂടെയാണ് നേരെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ലൈനിന് നമ്മൾ ഒരു പേര് പഠിച്ചിട്ടുണ്ട്. അതാണ് സർക്കിളിന്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ എന്ത് പറയുക, വ്യാസം. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. എന്താ അതിന്റെ പ്രത്യേകത? ഈ സർക്കിളിന്റെ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് സർക്കിളിന്റെ സെന്ററിലൂടെ പോകുന്ന വര. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സർക്കിളിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ ഡയമീറ്ററിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഡി എന്ന് പറയാം ഇല്ലേ. ഡി അതും നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി എന്റെ മക്കൾ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഈ ഒരു കാര്യം അല്ലെ, പകുതി വരെ ഉള്ളത് നമ്മൾ എന്താ പറയുക? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് റേഡിയസ്, അതേപോലെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം റേഡിയസ് ആണ്. ഈ രണ്ട് റേഡിയസുകൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ടാവുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ലൈവിലായാലും അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? രണ്ട് ഡയമീറ്റർ രണ്ട് റേഡിയസ് കൂടിയാലാണ് എന്തുണ്ടാവുക? ഒരു ഡയമീറ്റർ ഉണ്ടാവുക ഇല്ലേടാ. ഇവിടെ വരെയുള്ളൂ റേഡിയസ്, ഇവിടെ വരെയുള്ളൂ അടുത്ത റേഡിയസ്.
അപ്പൊ ഈ 2 റേഡിയസ് കൂടെ കൂടുമ്പോഴാണ് ഒരു ഡയമീറ്റർ ഉണ്ടാവുന്നത്. അപ്പൊ അതാ നമുക്ക് എന്ത് ചെയ്യാം, R + R = D എന്ന് എഴുതാം. ഈ R + R എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചൊരു കാര്യം എന്താ, മാങ്ങ പ്ലസ് മാങ്ങ, ഒരു മാങ്ങ പ്ലസ് അടുത്ത മാങ്ങ എന്താ 2 മാങ്ങ, ഒരു തേങ്ങ പ്ലസ് അടുത്ത തേങ്ങ എന്താ വരുക 2 തേങ്ങ. അപ്പൊ അതേപോലെ R + R എന്താ വരുക 2R, അല്ലെങ്കിൽ എന്താ പറയാ 2R = D എന്നുള്ള ഒരു കാര്യം നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ മിസ് വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എന്റെ കുട്ടികളോട് ഒരു കാര്യം കൂടെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സർക്കിൾ വരയ്ക്കുക, കൃത്യമായിട്ടുള്ള അളവിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരും, സർക്കിളിന്റെ റേഡിയസ് തരും, ആരം തരും. അപ്പൊ നിങ്ങൾക്ക് തരുവാണ് സർക്കിളിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ, റേഡിയസിലെ ആരം 4 സെന്റിമീറ്റർ ആണെങ്കിൽ സർക്കിൾ എങ്ങനെ വരയ്ക്കാം, ഒരു വൃത്തം വരയ്ക്കൂ എന്ന് പറയുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ. സിമ്പിൾ ആയിട്ട് വരയ്ക്കല്ലേ. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ എടുക്കണം. യെസ്, ഞാൻ സ്കെയിൽ എടുത്തു കേട്ടോ, സ്കെയിൽ എടുത്തു. സ്കെയിലിൽ എനിക്ക് എന്ത് വേണം, 4 സെന്റിമീറ്ററിൽ കോമ്പസിൽ കൃത്യമായിട്ട് അളവെടുക്കണം എനിക്ക്. അപ്പൊ ഇതാ മിസ് എന്തെടുത്തു, മിസ്സിന്റെ കയ്യിലുള്ള കോമ്പസ് എടുത്തു. കാണുന്നുണ്ട് എന്റെ കയ്യിലുള്ള കോമ്പസ്, വലിയ കോമ്പസ് അല്ലേ. എന്റെ കയ്യിലുള്ള ഒരു കോമ്പസ് ഉണ്ട്. ആ കോമ്പസിൽ ഞാൻ കൃത്യമായിട്ട് എന്ത് വേണം, ഇടാ 4 സെന്റിമീറ്റർ എടുക്കണം. അപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാ, റെഡ് കളറിൽ മാർക്ക് ചെയ്ത കാണില്ലേ, ഇവിടെ ഞാൻ 0 വെച്ചു. റെഡ് കളർ നോക്കുക എന്റെ മക്കൾ കേട്ടോ. അപ്പൊ ഇതേ കോമ്പസ് എന്ത് ചെയ്യണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 4 സെന്റിമീറ്റർ കറക്റ്റ് എടുക്കണം. അപ്പൊ ഇതേ മിസ് ആ കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ 4 സെന്റിമീറ്റർ കറക്റ്റ് എത്തി. റേഡിയസ് 4 സെന്റിമീറ്റർ എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 4 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്ത് വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം. റെഡിയാണ്, 4 സെന്റിമീറ്റർ ആണ് ഇപ്പൊ ഉള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ ഇതാ എന്ത് ചെയ്യണം, കോമ്പസ് കറക്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി, കറക്റ്റ് 4 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യമാണിത് അല്ലെ. കോമ്പസ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് റേഡിയസ് 4 സെന്റിമീറ്റർ ഉള്ള എന്ത് വരച്ചു, നമ്മള് ഒരു സർക്കിൾ വരച്ചു. അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഇതേപോലെയാണ് എന്റെ മക്കൾ ഇതാ ഈ ഒരു നീളം 4 സെന്റിമീറ്റർ ആണ് എന്ന് എഴുതി കൊടുത്താല് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യാ, കോമ്പസിൽ ഏറ്റവും നമുക്ക് വലുതാക്കാനും പറ്റും ചെറുതാക്കാനും പറ്റും അല്ലെ. അപ്പൊ ഒരു വലിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് 9 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ, 9 സെന്റിമീറ്ററിൽ കോമ്പസിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ സർക്കിള് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വലിയ പേപ്പറിൽ ഒന്ന് വരച്ചു നോക്കുക. അപ്പൊ റേഡിയസ് അല്ലെങ്കിൽ ആരം 9 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വലിയ സർക്കിള് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇനി 9 എടുക്കാൻ നിങ്ങൾക്ക് കോമ്പസ് പറ്റുന്നില്ലെങ്കിൽ 8 സെന്റിമീറ്റർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പൊ എന്തായാലും ഏറ്റവും വലിയ ഒരു സർക്കിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓടി വന്ന് നമ്മളെ കമന്റ് ബോക്സിൽ പറയാ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണിത്. ഇതിൽ ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.